ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMDing. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് 227 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് ദ പോയിന്റ്സ് 1, 3, 2, 5, 3, 7 ആർ ഓൺ ദ സെയിം ലൈൻ. ഈ തന്നിരിക്കുന്ന 3 പോയിന്റും ഒരേ ലൈനില് പോയിന്റുകളാണ്, ബിന്ദുക്കളാണെന്ന് പ്രൂവ് ചെയ്യണം. അതിനെന്ത് കണ്ടാൽ മതി? നമ്മൾ അവയുടെ സ്ലോപ്പ് കണ്ടാൽ മതി. അപ്പോൾ ആദ്യത്തെ 2 പോയിന്റ് എടുക്കുക, അതിൻ്റെ സ്ലോപ്പ് കാണുക. Slope of 1, 3 and 2, 5 equals y difference 5 minus 3 by x difference 2 minus 1. 2 by 1 equals 2. Now slope of 2, 5 and 3, 7. ഇതിൻ്റെ സ്ലോപ്പ് കൂടി നമുക്ക് കാണാം. Equals 7 minus 5 by 3 minus 2. That is 2 by 1 equals 2. രണ്ടിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആണ്. So we can say that the 3 points are on the same line. Since the slopes are equal, these 3 points are on the same line. Slope different ആണെങ്കിലോ they are not on the same line. Okay, ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, find the coordinates of 2 more points on the line joining -1, 4 and 1, 2. ഈ -1, 4ഉം 1, 2 ഈ ലൈൻ ജോയിൻ ചെയ്യുന്ന find the coordinates of 2 more points on the, ഈ 2 പോയിന്റും ജോയിൻ ചെയ്യുന്ന ലൈനിലെ മറ്റു 2 പോയിന്റ് കൂടി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കണ്ടേ, ഇവിടെ അവിടെ ഏതെങ്കിലും 2 പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം ഈ ലൈനിലെ പോയിന്റ് ആണെങ്കിൽ അവയുടെ സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഒരു പോയിന്റ് XY എന്ന് എടുക്കാം. ഈ എക്സും വൈയും കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരെണ്ണം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരെണ്ണം കൂടി കണ്ടുപിടിക്കാം. പക്ഷേ ഞാൻ എളുപ്പത്തിൽ ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സ്ലോപ്പ് ആദ്യം കണ്ടുപിടിക്കാം. Slope of -1, 4 and 1, 2 equals y difference 2 minus 4 by 1 minus -1 അല്ലേ? 2 minus 4 by 1 minus -1. അപ്പോൾ -2 by 2 എന്ന് കിട്ടും. അപ്പോൾ സ്ലോപ്പ് എന്താണ്? -1. ഈ 2 പോയിന്റിൻ്റെ സ്ലോപ്പ് -1 ആണെങ്കിൽ ഈ 2 പോയിന്റിൻ്റെയും -1 തന്നെ ആയിരിക്കും. ഈ ലൈനിലുള്ള ഒരു ബിന്ദു ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഇനി ഇതിന് രണ്ടിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. -1 and XY സ്ലോപ്പ് is equal to y difference y minus 4 by x minus -1 അല്ലേ? y minus 4 ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി -1. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. y minus 4 by x plus 1 is equal to -1. Cross multiply. y minus 4 is equal to minus x minus 1 implies x plus, ഇതിനെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എക്സിനെ ഇപ്പുറത്തുണ്ട്, -4 അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ x plus y is equal to 3 എന്ന് കിട്ടും. ഒരു ഇക്വേഷനാണ്. എക്സും വൈയും ആഡ് ചെയ്താൽ 3 കിട്ടുന്ന എല്ലാ പോയിന്റുകളും ഈ ലൈനിലുള്ളതായിരിക്കും. നോക്കിക്കേ, എക്സിന് 0 കൊടുത്താൽ y എത്ര കിട്ടും? 3 കിട്ടും. എക്സിന് 1 കൊടുത്താൽ y എത്ര കിട്ടും? 2 കിട്ടും. 1 plus 2 is 3. ഈ കോർഡിനേറ്റ് രണ്ട് ആഡ് ചെയ്ത് നോക്കിക്കേ. -1 plus 4 എത്ര? 3. 1 plus 2 എത്ര? 3. അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ വില ഇട്ട് കൊടുത്താൽ മതി. എന്താണ്? എക്സിന് 0 കൊടുക്കുക, y 3 കിട്ടും. എക്സിന് 1 കൊടുക്കുക, y 2 കിട്ടും. അങ്ങനെ നമുക്ക് എത്ര പോയിന്റുകൾ വേണമെങ്കിലും ഈ ലൈനിലുള്ളത്
കണ്ടുപിടിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. x1, x2, x3 dash dash and y1, y2, y3 dash dash are arithmetic sequences. Prove that all the points with the coordinates in the sequence x1, y1, x2, y2, x3, y3 dash dash of number pairs are on the same line. ഇവിടെ നോക്കിക്കേ, അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് കോമൺ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും അല്ലേ. x2 മൈനസ് x1ഉം x3 മൈനസ് x2ഉം എല്ലാം ഈക്വൽ ആണ് അല്ലേ. എത്ര എണ്ണം ഉണ്ടോ എത്രയായാലും ഈക്വൽ ആണ്. കോമൺ ഡിഫറൻസ് d1 എന്ന് കൊടുക്കാം. ഇനി അതാണ് തന്നെ രണ്ടാമത്തെ സീക്വൻസ് എടുത്തേ. y2 മൈനസ് y1ഉം y3 മൈനസ് y2ഉം എത്ര പേരുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം കോമൺ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. നമുക്കതിന് d2 എന്ന് കൊടുക്കാം. y2 മൈനസ് y1 ബൈ ഡിവൈഡ് ചെയ്യാം ബൈ x2 മൈനസ് x1 ഈക്വൽസ് d2 ബൈ d1. ഇതങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ കോർഡിനേറ്റ്സ് എടുക്കാം. അവയുടെ സ്ലോപ്പ് നോക്കിക്കേ. സ്ലോപ്പ് ഓഫ് x1 y1 x2 y2 നോക്കിക്കേ. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഓക്കെ, y2 മൈനസ് y1 എത്ര? d2 ബൈ d1. നോക്കിക്കേ, 1 ഉം 2 എല്ലാം സെയിം അല്ലേ നോക്കിക്കേ. Therefore we can say that these pairs are on the same line. They are on the same line. Okay, ഇതൊന്നും എക്സാമിനേഷൻ സാധാരണ വരുന്ന ചോദ്യങ്ങളല്ല, എന്നാലും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ചോദ്യം. Prove that all points x1, y1, x2, y2, x3, y3 are on a single line. Then 3x1 plus 2y1, 3x1 minus 2y1. അടുത്ത കോർഡിനേറ്റ് 3x2 plus 2y2, 3x2 minus 2y2, 3x3 plus 2y3, 3x3 minus 2y3 are also on the same line. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതെല്ലാം ഒരു ലൈനിലാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇത് രണ്ടിൻ്റെയും സ്ലോപ്പ്, ഇതിൻ്റെ രണ്ടിൻ്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കും അല്ലേ. y3 മൈനസ് y2 ബൈ x3 മൈനസ് x2. പിന്നെ 1 3 എടുത്താലും y3 മൈനസ് y1 ബൈ x3 മൈനസ് x1. ഇത് നമുക്ക് k എന്ന് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വി ഡോണ്ട് നോ ദ നമ്പർ. അതിന് കോൺസ്റ്റന്റ് ഒരു k എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്ത് k ക്യാൻ ബി എനി നമ്പർ 2 3 ഓഫ് ഫ്രാക്ഷൻ എനിതി. ഇനി നമുക്ക് താഴത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. നോക്കിയേ, ഈ കോർഡിനേറ്റ്, ഇത് കോർഡിനേറ്റ് ആണ്. y ഡിഫറൻസ് 3x2 plus 2y2. അത് y ഡിഫറൻസ് അല്ലേ ആദ്യം കാണണ്ട അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം y ഡിഫറൻസിലേക്ക് പോവാം. y കോർഡിനേറ്റ് അല്ലേ ഇത്. 3x2 മൈനസ് 2y2 മൈനസ് അടുത്തത് 3x1 പ്ലസ് 2y1 by 3x2 plus 2y2 minus 3x1 വളരെ ശ്രദ്ധിച്ച് എഴുതാൻ മതി മൈനസ് 2y ഈക്വൽസ്. ഈ രണ്ട് കോർഡിനേറ്റ്സും എടുത്തത് അതിൻ്റെ y ഡിഫറൻസ് ബൈ x ഡിഫറൻസ് ഇസ് ഈക്വൽ ടു
അടുത്ത രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടെ എടുത്തേ. അപ്പോൾ അതിൻ്റെയും ഇതുപോലെ നമുക്ക് എഴുതാം. y ഡിഫറൻസ് 3x3 മൈനസ് 2y3 മൈനസ് 3x1 പ്ലസ് 2y1 ബൈ 3x3 പ്ലസ് 2y3 പിന്നെ മൈനസ് 3x1 മൈനസ് 2y1. ഇവിടെ ഓക്കെ 3 കോമൺ ഫാക്ടർ എടുക്കുക. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും 3 എടുത്തു കഴിഞ്ഞാൽ എന്താണ്ടും x2 മൈനസ് x1. ഇതിൽ നിന്ന് 2 എടുക്കുക, മൈനസ് 2 എടുക്കുക. മൈനസ് 2 ഇൻറ്റു y2 മൈനസ് y1 ബൈ 3 ഇൻറ്റു ഇവിടെ ഓക്കെ x2 മൈനസ് x1. ഇവിടെ പ്ലസ് 2 എടുക്കുക, y2 മൈനസ് y1 ഈക്വൽസ്. ഇവിടെ അതുപോലെ തന്നെ എടുക്കുക. 3 ഇൻറ്റു x3 മൈനസ് x1 പ്ലസ് 2 ഇൻറ്റു ഇവിടെ മൈനസും ഇവിടെ പ്ലസും, അതുകൊണ്ട് നമുക്ക് മൈനസ് തന്നെ പുറത്തെടുക്കാം. മൈനസ് 2 ഇൻറ്റു y3 മൈനസ് y1 ബൈ 3 ഇൻറ്റു x3 മൈനസ് x1 ഇവിടെ ഒക്കെ പ്ലസ് 2 ആണ്. y3 മൈനസ് y1. ഇനി ഓരോ ടേമിനെയും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? x2 മൈനസ് x1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാനത് മുകളിലോട്ട് എഴുതാം. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ അങ്ങ് വായിക്കുകയാണ്. ഈ സ്റ്റെപ്പ് മുകളിലോട്ട് എഴുതാം. 3 ഇൻറ്റു x2 മൈനസ് x1 മൈനസ് 2 ഇൻറ്റു y2 മൈനസ് y1 ബൈ 3 ഇൻറ്റു x2 മൈനസ് x1 പ്ലസ് 2 ഇൻറ്റു y2 മൈനസ് y1 ഈക്വൽസ് 3 ഇൻറ്റു x3 മൈനസ് x1 മൈനസ് 2 ഇൻറ്റു y3 മൈനസ് y1 ബൈ 3 ഇൻറ്റു x3 മൈനസ് x1 പ്ലസ് 2 ഇൻറ്റു y3 മൈനസ് y. എല്ലാത്തിനും x2 മൈനസ് x1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ x2 മൈനസ് x1 ഇവിടെ അങ്ങ് പോകും, ഇവിടെ വരും അല്ലേ. 3 മൈനസ് 2 ഇൻറ്റു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതങ്ങനെ സാധാരണ എക്സാമിനേഷന് വരുന്ന ചോദ്യമൊന്നുമല്ല. ഹോൾ ബൈ ഇതിപ്പോൾ ഞാനിവിടെയാണ് ചെയ്തത്. 3 ഇൻറ്റു ഇതങ്ങ് പോകും പ്ലസ് 2 ഇൻറ്റു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതുപോലെ തന്നെ അപ്പുറത്തും അതുപോലെ തന്നെ 3 മൈനസ് 2 ഇൻറ്റു y3 മൈനസ് y1 ബൈ x3 മൈനസ് x1 by 3 plus 2 into y3 minus y1 by x3 minus x1. നോക്കിക്കേ, ഇതിനെല്ലാം നമ്മളൊരു കോൺസ്റ്റന്റ് k എന്ന് കൊടുത്തല്ലേ. അപ്പം നമുക്ക് ഇതെങ്ങനെ കിട്ടും? 3 മൈനസ് 2k ബൈ 3 പ്ലസ് 2k എന്ന് കിട്ടും. ഇവിടെ 3 മൈനസ് 2k ബൈ 3 പ്ലസ് 2k. അപ്പോൾ എല്ലാം ഈക്വൽ ആയിട്ടാണ് വരുന്നത്. therefore they are on the, അതുപോലെ ഇനി ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം. therefore they are on the
സെയിം ലൈൻ. ഓക്കെ, അപ്പം 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇത് സാധാരണ എക്സാമിനേഷൻ വരുന്ന ചോദ്യങ്ങളൊന്നുമല്ല, എന്നാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പം 4 ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഓക്കെ, ലെറ്റ് മി വൈൻഡ് കണ്ടിന്യൂ ദ remaining topic in the next class. Okay, bye.